ലോകത്തിലെ ഏറ്റവും അഴകുറ്റ ഇടമെന്ന് ഉണ്ണിമാഷ് പറഞ്ഞ ചൂരൽമലയിലെ വിദ്യാലയ തിരുമുറ്റം, നെഞ്ചേറ്റിയ വമ്പും തല ഉയർത്തി നിന്ന മാനവും ഒരു നിമിഷം കൊണ്ട് നോവാക്കി മാറ്റിയ പ്രകൃതിയുടെ വികൃതി. പഠിതാക്കളെ കുഞ്ഞുങ്ങളായി കണ്ട ആ തിരുമുറ്റത്തിന്റെ പരിസരത്തേക്ക്, വയനാടിന്റെ ഭൂമികയിലേക്ക് ഒരു കുഞ്ഞ് സ്കിറ്റ്. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോഴേ നല്ല കാതിലുള്ള കരിവീട്ടിൻ തേക്കും വെട്ടിത്തരാനേ നിലമ്പൂര് തേക്കും മിശ്യം നിൽക്കണതേ എൻ്റെ പറമ്പിലല്ല. അല്ലാന്നേ ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കാൻ എൻ്റെ പേരിൽ ഇതിങ്ങനെ ഒന്നായിട്ട് നട്ടിക്കുക അല്ല സുലൈമാനെ. എന്നോട് ഞാൻ 3 ആളെയും കൂട്ടിയിട്ട് ആ കൂപ്പിക്ക് മരം കയറ്റാൻ പറഞ്ഞതല്ലേ, എന്നോട് ചോദിച്ചാ ഞാനത് മറന്നു മൊയിലാളി. അല്ല സുലൈമാനെ, സത്യത്തിൽ ജിൻ്റെ ആരാ? അത് മൊയിലാളിക്ക് അറിയില്ലേ, ഞാൻ മൊയിലാലിൻ്റെ പിയെ. അതെനിക്ക് മനസ്സിലായി. ജിന്ന അത്യാവശ്യം നന്നായി പിയ്യനുണ്ട് എന്ന്. ആശാന, എത്ര നാളായി കണ്ടിട്ട്? ഇപ്പൊ പാട്ടും പറച്ചിലൊന്നും ഇല്ലേ? നാട് പരിഷ്കരിച്ചതോടെ നമ്മളൊന്നും ആർക്കും വേണ്ടാതായി. ആശാനെ, നിങ്ങളൊരു 2 വരിയുണ്ട് കാച്ചിക്കാണി. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണി വീണയാണെന്റെ കേരളം. നീലസാഗരപതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇന്നിപ്പോൾ ആ കേരളത്തിൻ്റെ മനോഹാരിത പാട്ടിലും എഴുത്തിലും മാത്രം ഒതുങ്ങി. കണ്ടാ, കറുത്തിരുണ്ട് വരുന്നത് കണ്ടാ? ഞാനെൻ്റെ കൺമുന്നിൽ കാണുന്നുണ്ടടോ. കനലെരിഞ്ഞ് കടലിളകിയതുപോലെ ഭൂമിദേവിയുടെ ആ സംഹാര താണ്ഡവം. മാഷേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാഷ് എന്താ അമ്പിളിക്ക് മാത്രം ഉച്ചക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കണേ? ആരാ പറഞ്ഞു ഞാൻ അമ്പിളിക്ക് എൻ്റെ വീട്ടിൽ നിന്നാണ് ചോറ് കൊണ്ടുപോയി കൊടുക്കുന്നതെന്ന്? എടാ, അവളുടെ അമ്മൻ്റെ കയ്യിൽ തന്നു വിടുന്നതാണ്. മക്കളെ, എല്ലാവരും ഒന്ന് വിട്ടിടുന്നേ, നല്ല ഇടി വിട്ടുന്നുണ്ട്. ദൈവമേ, 4 ദിവസമായി മഴ നിർത്താതെ പെയ്യാൻ തുടങ്ങിയിട്ട് ഇതെവിടെ ചെന്ന് എത്തുവാവോ? നിങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീട്ടിലുള്ളവരാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മഴ പെയ്തോണ്ട് സിഗ്നൽ പോയതായിരിക്കും സാറേ. സാറേ, കുറേ സമയം സാറെ വിളിക്കാൻ നോക്കണം, ഫോണിൽ ബാലൻസ് ഇല്ല. ഇവിടെ ഉരുള് പൊട്ടിയിട്ടുണ്ട് സാറേ. ഇവിടെ മൊത്തം വെള്ളമാണ്, വീട് മൊത്തം ഒലിച്ചു പോയി. അയൽക്കാരെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സാറേ. എൻ്റെ മോളെവിടെ? ദേവി, മോൾക്ക് പ്രശ്നമൊന്നുമില്ല. നീ ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് നോക്ക്. ഞങ്ങളിവിടെ സേഫാണ്. പറ്റുന്നില്ല സാറേ, ചുറ്റിലും വെള്ളമാണ്. വലിയ പാറക്കല്ലുകളും മരങ്ങളും ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാല് 2 ചെളിയിൽ പോണ്ടിരിക്കുകയാണ്. ഒന്നനങ്ങാൻ പോലും പറ്റുന്നില്ല സാറേ. എനിക്കിനി എൻ്റെ മോളെ കാണാൻ പറ്റുമോ? സാറിൻ്റെ മോൾക്കൊന്ന് ഫോൺ കൊടുക്കോ? അമ്മേ, ഇവിടെ ഭയങ്കര ഇടിയും മഴയാണ്. അമ്മയുടെ മോള് സേഫ് അല്ലേ? അമ്മയ്ക്ക് എന്തൊരു വയ്യായിക പോലെ. ഒന്നുമില്ലടാ, അത് മഴ ആയതുകൊണ്ട് മോൾക്ക് തോന്നുന്നതാ. അല്ല, അമ്മ കരയാണ്, എനിക്കറിയാം. അമ്മയ്ക്ക് ഒന്നുമില്ലടാ. മഴ മാറി അമ്മയുടെ മോള് തിരിച്ചു വരുമ്പോൾ അമ്മ ചിരിച്ച മുഖത്തോടെ ഇവിടെ ഉണ്ടാവും. അതുപോലെ മോള് സാറിനൊന്ന് ഫോൺ കൊടുത്ത്. നീ എങ്ങനെങ്കിലും അവിടെ നിന്ന് കയറാൻ നോക്ക്. പറ്റുന്നില്ല സാറേ, ചുറ്റിലും ആരുമില്ല. എൻ്റെ മോള്. മക്കള് കരയല്ലേ, കരയല്ലേ, സാറില്ല കൂടെ. മക്കള് കരയാതിരിക്കേ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, സാറുണ്ട്, ഒന്നും പേടിക്കണ്ട. ഹലോ ഹലോ, കൺട്രോൾ റൂം. യെസ്, പറയൂ. ഞങ്ങളിവിടെ സ്കൂളിൽ കുടുങ്ങിയിരിക്കുകയാണ്. സ്കൂളിൻ്റെ പകുതി മുക്കാലും വെള്ളം കൊണ്ടുപോയി. ഞങ്ങളിവിടെ 4-5 പേരുണ്ട്. ഞാനൊടുക്ക ബാക്കി എല്ലാ കുട്ടികളാണ്. സർ, അങ്ങോട്ട് വരുന്ന കാര്യം വളരെ റിസ്ക്കാണ്. ഗതാഗതം മൊത്തം തടസ്സപ്പെട്ടിരിക്കുകയാണ്.
അങ്ങോട്ടുള്ള പാലം തകർന്നിട്ടുണ്ട്. ലൊക്കേഷൻ കറക്റ്റായിട്ടൊന്ന് മൊബൈൽ അയക്കണേ. എയർ ലിഫ്റ്റിംഗ് മാത്രമേ നടക്കൂ. ഇല്ല, എന്റെ കുട്ടികളെ സേഫ് ആക്കാതെ ഞാൻ കേറൂല. വാശി പിടിക്കാനും സംസാരിച്ചിരിക്കാനുള്ള സമയമല്ല. അവർ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം. സാറ് കയറ്. വേണ്ട സാറേ, എന്റെ കൂട്ടത്തിലുള്ള അവസാനത്തെ കുഞ്ഞു സേഫ് ആയതിനു ശേഷം മാത്രമേ ഞാൻ വരൂ. സാറ്, എനിക്ക് വിമാനത്തിൽ കയറാൻ പേടിയാണ്. മോള് പേടിക്കണ്ടേട്ടാ. മോള് കയറിൽ മുറുകെ പിടിച്ചിരുന്നോട്ടാ. ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ, വലിച്ചോ 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 വലിച്ചോ. റെഡി റെഡി. അവിടെ അപ്പുറത്ത്. വേഗം വേഗം വലിച്ചോളൂ വലിച്ചോളൂ. കുട്ടികൾ കയറിക്കൊണ്ടിരിക്കുക. വേഗം. മക്കള് പേടിക്കണ്ട, പേടിക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാറില്ല കൂടെ ട്ടാ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. റെഡി? മുറുക്കെ പിടിച്ച് കേറ്, ഒരു പ്രശ്നമില്ല. അമ്മേ, അമ്മേ കണ്ണ് തുറക്ക. അമ്മേ, അമ്മനോട് പറഞ്ഞതല്ലേ ഞാൻ വീട്ടിൽ വരുമ്പോ അമ്മ ഉണ്ടാവുമെന്ന്. എന്നിട്ടിപ്പോ എന്നും മിണ്ടാതെ തന്നെ കിടന്നാലോ? ഒന്ന് എഴുന്നേൽക്കമ്മേ. സാറേ, ഞങ്ങളെ രക്ഷിച്ച് സാറും പോയല്ലേ. എന്റെ അമ്മയോട് ഒന്ന് കണ്ണ് തുറക്കാൻ പറയൂ സാറേ. എന്നെ കൂടെ കൊണ്ടുപോകാറില്ല അമ്മേ. എനിക്ക് ഇനി താരാട്ട് പാടുത്താൻ ആരാണ്? പൂവിൽ നിറഞ്ഞ മധുവോ നല്ല പൂർണ്ണേന്ദു തന്റെ അമ്മ, മോള് കരയണ്ട, മോൾക്ക് ഞാനില്ലേ. കോടിയോ ചേരോ തത്തകൾ കൊഞ്ചും മോഴിയോ. അല്ല, എങ്ങോട്ടപ്പം നിങ്ങൾ ഇവളിയും കൊണ്ട്? ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവാ, മലപ്പുറത്തേക്ക്. വേണ്ടപ്പെട്ടവരായിട്ട് ഇനി ഇവിടെ ആരുമില്ലല്ലോ, എല്ലാം പോയില്ലേ. ഓള കാര്യം നോക്കാനേ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. അതിനെ പുറത്തുനിന്നുള്ള വരുത്തന്മാരൊന്നും വേണ്ട. നിങ്ങൾ ഒറ്റക്കനോട് പോയാ മതി. ദുരന്തം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഈയൊക്കെയാണോ ഓളെ കാര്യം നോക്കണത്? തന്ത മരിച്ചു പോയ ഈ കുട്ടിക്കും ഓളുടെ അമ്മയ്ക്കും ഒരു നേരത്തെ ഭക്ഷണോ പഠിക്കാനാണ്ട് പുസ്തകമോ വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത നിങ്ങളാണോ ഓളുടെ കാര്യം നോക്കാപ്പ വന്നിരിക്കണേ? കടന്നു പോയിരടാ, ഞാൻ തന്നെ കൊണ്ടുപോകും. എന്റെ ദേവകിയുടെ മോളായിട്ട് അവൾ എന്റെ വീട്ടിൽ തന്നെ വളരും. കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ എന്റെ മോളെ ഞാൻ പഠിപ്പിക്കും. തടയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് തടയടാ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. വിടരും മുമ്പേ പൊഴിഞ്ഞുപോയ വയനാടിൻ്റെ കുരുന്നുകൾക്കും ജീവിതവും സ്വപ്നങ്ങളും പാതിവഴിയിൽ ഉപേക്ഷിച്ച പ്രിയപ്പെട്ടവർക്കും മുന്നിൽ ഒരു നിമിഷം മൗനം ആചരിച്ചുകൊണ്ട് ഐഡിയൽ പ്രൈമറി മോണ്ടിസോറി സെക്ഷൻ അവതരിപ്പിച്ച സ്കിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.